ഇത് ക്ലയന്റിന് വേണ്ടി ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു സോഫയാണ്, ഒരു 2 സീറ്റർ സോഫ. ഇത് ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന ഇവിടെ എത്തുമ്പോഴും നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു നോർമൽ സോഫയുടെ ഏകദേശ കോസ്റ്റ് ചിലപ്പോൾ ഒരു 10% കൂടുതലായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു സോഫയിൽ ഒരുപാട് ഫങ്ഷൻസും അതുപോലെ തന്നെ ഇതിൻ്റെ ഫാബ്രിക് യൂസ് ചെയ്തേക്കുന്നതിലെല്ലാം വളരെ വളരെ ഹൈ ക്വാളിറ്റിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു 2 സീറ്ററിൽ ഇവരൊരു ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അറിയാലോ, നമുക്കിപ്പോൾ TV കാണാൻ വേണ്ടിയിട്ടുള്ള റിക്ലൈനർ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ 500 RMB ഉള്ള ഒരു റിക്ലൈനർ ഫിക്സ് ചെയ്യുന്നതിന്, അതായത് നാട്ടിലെ ഏകദേശം ഒരു 6000 രൂപ. ഇനി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ പശുവിൻ്റെ ലെതറാണ്. ഇനി അവിടെ ചൈനയിൽ നമുക്ക് കൗഹൈഡ് പല ക്വാളിറ്റിയിൽ പല ഇതിൽ കിട്ടും. നമ്മുടെ നാട്ടിൽ കൗഹൈഡ് വാങ്ങിക്കാനേ കിട്ടൽ കുറവാണ്. ഇനി അത് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ കൗഹൈഡിൻ്റെ മെറ്റീരിയൽ എടുത്തു കൊടുത്താൽ അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന കോസ്റ്റും അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൻ്റെ വളരെ കുറഞ്ഞ ഒരു ഇത്ര ശതമാനത്തിൽ നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. ഓൾസോ സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിങ്, ഫാബ്രിക്കിലുള്ള ഓപ്ഷൻസ്, ഫാബ്രിക്കിലുള്ള കളർ ഓപ്ഷൻസ് എല്ലാം കഴിഞ്ഞ് പ്രോഡക്റ്റ് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഉണ്ടാവും. അതാണ് അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഫോട്ടോസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചോ അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന ഡിസ്പ്ലേ കാണിച്ചോ നമ്മളൊരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞ് സാധനം കൈ കിട്ടാൻ നേരത്ത് ഡ്യൂപ്ലിക്കേറ്റ് പോലെ ഇരുന്ന കാര്യം ഉണ്ടോ? ഇതിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞോ, നമ്മളെ കസ്റ്റമർ എന്ത് പറഞ്ഞോ അതേപോലെ തന്നെയാണ് അവർ ചെയ്തു തരിക. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് പറയാം, നമ്മളിതുപോലെ പറഞ്ഞു. അങ്ങനെ വരാറില്ല, അങ്ങനെ വന്നാൽ പോലും പറഞ്ഞാൽ അവർ അതിനുള്ള പരിപാടി അവിടെ ചെയ്തു തരും. പ്രോഡക്റ്റ് എക്സിക്യൂഷനും ഫിനിഷിങ്ങിനും അവർ സൂപ്പറാണ്. അതുകൂടാതെ ഒരുപാട് തരത്തിലുള്ള ലെതറും ഫാബ്രിക്കും ഓപ്ഷൻസ് ഉണ്ട്. അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 100 തരം ഫാബ്രിക് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും താഴ്ന്ന ഒരു 30 സാധനം മാത്രമാണ് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തേക്ക് ഇവിടെയുള്ള ഡീലേഴ്സ് സപ്ലൈ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഹൈ ക്വാളിറ്റി സാധനങ്ങൾ ഒരുപാട് അവിടെ ഉണ്ട്. നമ്മളിപ്പോഴല്ലേ അതൊക്കെ വാങ്ങിക്കാനുള്ള ലെവലിലേക്ക് കുറച്ചും കൂടി കസ്റ്റമേഴ്സും ഒന്ന് ഉയർന്നത്.